ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ആദ്യം തന്നെ 1.5 വയസ്സുകാരനോട് ക്രൂരത ചെയ്ത ആ നരാധമനായിട്ടുള്ള നാറിയുടെ ലിംഗം എന്തായിരുന്നാലും ശരി, തൊലി ഉരിക്കാൻ നെടുമങ്ങാടുകാർക്ക് ലഭിച്ചില്ല. ആ ഒരൊറ്റ കുറവേ ഉള്ളൂ. അവര് ശരിക്ക് അത്രയും പോലീസുകാരെയും ബ്രേക്ക് ചെയ്ത് കയറി കൈകാര്യം ചെയ്തിട്ടുണ്ട്. സന്തോഷം. കാരണം നിയമം കയ്യിലെടുക്കാനല്ല, അത്രയെങ്കിലും അമർഷവും പ്രതിഷേധവും ആ നരാധമനായിട്ടുള്ള രക്തരക്ഷസിനോട് പ്രകടിപ്പിക്കാൻ സാധിച്ചല്ലോ. ശരിക്കു പറഞ്ഞാൽ അവനല്ല തെറ്റുകാരൻ, അവളാണ്. ജന്മം നൽകിയ ആ കടിമൂത്ത പിഴച്ച നാറിയാണ്. അത്രേ പറയാൻ എനിക്ക് പറ്റുന്നുള്ളൂ. കുഞ്ഞിനെ ഒഴിവാക്കാൻ വേണ്ടിയാണ് പ്രതി അഷ്കർ ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് എന്ന് തിരുവനന്തപുരം നെടുമങ്ങാട് കൊല്ലപ്പെട്ട 1.5 വയസ്സുകാരന്റെ അമ്മൂമ്മ പറയുക മാധ്യമങ്ങളോട്. കുഞ്ഞിനെ വിട്ടു നൽകാൻ ആവശ്യപ്പെട്ടിട്ടും അഷ്കർ തയ്യാറായില്ല. കാരണം അതിനെ കൊന്നു സുഖിക്കുന്ന, അതിനെ വേദനിപ്പിച്ച് അതിന്റെ ശരീരമാസകലം തൊലി ഉരിച്ച് ആ 1.5 വയസ്സുകാരനെ വേദനിപ്പിക്കുമ്പോൾ കിട്ടുന്ന അവന്റെ ഒരു സുഖമുണ്ടല്ലോ. ദയവ് ചെയ്ത് ഈ നരാധമനെ നിങ്ങൾ യോഗി ആദിത്യനാഥിന് വിട്ടുകൊടുക്കൂ. അദ്ദേഹം തീരുമാനിക്കും ഇവൻ എന്ത് ശിക്ഷയാണ് വേണ്ടതെന്ന്. ഒരാളും അദ്ദേഹത്തോട് ചോദ്യം ചെയ്യില്ല. പിന്നെ അഷ്കറും അഖിലയും വ്യാജ പരാതി നൽകി രക്ഷപ്പെടാൻ ശ്രമിക്കുക. ചൈൽഡ് ലൈൻ നൽകിയ പരാതിയിൽ നടപടി ഉണ്ടായില്ല എന്നാണ് റീനു മീഡിയ വണ്ണിനോട് പറയുന്നത്. അതായത് ഈ കുഞ്ഞിന്റെ മുത്തശ്ശി. എന്നാൽ അഖിലയ്ക്കെതിരെ ഭർത്തൃമാതാവും രംഗത്ത് വരുവാണ്. കുട്ടിയെ കാണാൻ പോലും അഖില അനുവദിച്ചിരുന്നില്ല എന്ന്. സ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടി കേസ് കൊടുത്തെന്നും ഭർത്താവ് അഖിലിന്റെ അമ്മ ഷീന എന്ന് പറയുന്ന സ്ത്രീ മീഡിയ വണ്ണിനോട് പറയുക. കുട്ടിയെ ഏറ്റെടുക്കാൻ ഞങ്ങൾ തയ്യാറായിരുന്നു, എന്നാൽ വിട്ടു നൽകാൻ ഇവള് തയ്യാറായില്ല. ഇവൾക്കും ഒരു സുഖമുണ്ട്. കുഞ്ഞിന്റെ ശരീരമാസകല മുറിവ് കാണുമ്പോഴും, കുഞ്ഞ് നിലം തൊടാതെ കരയുമ്പോഴും ഇവൾക്ക് വല്ലാത്തൊരു സുഖം ലഭിക്കുന്നുണ്ട്. ഇവളെയും അതുപോലെ ചെയ്യാൻ നമ്മുടെ രാജ്യത്തെ നിയമമുണ്ടോ എന്നറിയില്ല. കുട്ടിയുടെ കൈയൊടിഞ്ഞ ഫോട്ടോ കണ്ടപ്പോൾ അവൾ ഫോണിൽ വിളിച്ചു. അഖില ഫോൺ എടുത്തില്ല എന്നാണ് ഈ ഷീന എന്ന് പറയുന്ന ഭർത്തൃമാതാവ് പറയുന്നത്. കുഞ്ഞ് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന കുഞ്ഞിന്റെ കൈ രണ്ടും ഒടിഞ്ഞു. ഇവൾ എടുത്തിട്ട് ഇവൾ ആർത്ത് അട്ടഹസിക്കുക. ആരോ തുണിയില്ലാതെ നിൽക്കുന്നത് പോലെയാണ് അവൾ ആ ചിരിക്കുന്നത്, ആ പൈതലിനെയും ഒക്കത്തെടുത്തിട്ട്. എന്തായിരുന്നാലും കേസിൽ അറസ്റ്റിലായിട്ടുള്ള കുട്ടിയുടെ അമ്മ എന്ന് പറയുന്ന, മടിയുണ്ട് പറയാൻ, ലജ്ജ തോന്നുക, അവൾ അഖില. സുഹൃത്ത് അഷ്കർ ഇവർക്കെതിരെ കൊലപാതക കുറ്റം ചുമത്തിയിട്ടുണ്ട്. ഇവരെയും ജാമ്യത്തിലെടുക്കാൻ ആളുവരില്ലേ? ഇവർക്ക് വേണ്ടിയും വാദിക്കാൻ സമൂഹത്തിൽ ആളുണ്ടാവില്ലേ? ക്രൂരമായ പീഡനത്തിലാണ് കുട്ടി ഇരയായത് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്ന. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്റെ കയ്യിലുണ്ട്, വായിക്കാൻ പറ്റുന്നില്ല. കുട്ടിയുടെ ജനനേന്ദ്രിയത്തിൽ അടക്കം തൊലി ഉരിച്ചെടുത്ത നിലയിലാണത്രേ. ശരീരത്തിൽ 51 മുറിവുകൾ. ഇവന്റെയൊക്കെ ശരീരത്തിൽ ഒരു 100 മുറിവെങ്കിലും ഉണ്ടാക്കാൻ ആ വേദനയും ആ നീറ്റലും അതിന്റെ ആഴവും പരപ്പും ഇവനും തിരിച്ചറിയണ്ടേ? ആ രൂപത്തിലുള്ള ശിക്ഷ നമ്മുടെ രാജ്യത്ത് ഇല്ല. എന്തായിരുന്നാലും തെളിവ് നശിപ്പിക്കാൻ ശ്രമം നടന്നു. കാരണം കുഞ്ഞിനെ കൊന്നല്ലോ. കുട്ടിയുടെ വസ്ത്രം മൊത്തവും കത്തിക്കാൻ, കാരണം സ്വയം രക്ഷപ്പെടാൻ. എല്ലാ കൊലയാളികളുടെയും ഇന്റൻഷൻ അത് തന്നെയാണ്. ഇനിയും റഹീം ആയിരുന്നാലും നിമിഷപ്രിയ ആയിരുന്നാലും ഇവരായിരുന്നാലും ശരി, പിടിക്കപ്പെടരുതല്ലോ. ഇനിയും സ്വന്തം തടിയൂരണ്ടേ? 2 കൈകളും ഒടിഞ്ഞ നിലയിലായിരുന്ന കുട്ടിയെ വീടിന്റെ സൺഷെയ്ഡിൽ പിടിച്ച് വിറച്ച നിലയിലാണ് നിർത്തിയിരിക്കുന്നത്. ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ട് എന്ന് നാട്ടുകാർ പറയുന്നു. അല്ല നാട്ടുകാരെ, നിങ്ങൾക്ക് അന്നേരം പോലീസിലൊന്ന് പരാതി കൊടുക്കാമായിരുന്നില്ലേ? ചോദിച്ചപ്പോൾ സൈക്കിളിൽ നിന്ന് വീണ് കൈയൊടിഞ്ഞതാണെന്ന് കുട്ടിയുടെ അമ്മ പറഞ്ഞത്രേ. നിങ്ങൾക്ക് ഈ കുഞ്ഞിനെ ഇവർ പീഡിപ്പിക്കുന്നു എന്ന് വിവരം അറിഞ്ഞപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകരെങ്കിലും വിവരം അറിയിച്ചുകൂടായിരുന്നോ? ആ കുഞ്ഞിന്റെ ഒരു ഫോട്ടോയോ ഒരു വീഡിയോയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടുകൂടായിരുന്നോ? നല്ലവരായിട്ടുള്ള മനുഷ്യന്മാർ അത് ഏറ്റെടുക്കുമായിരുന്നല്ലോ. ആ കുഞ്ഞിന്ന് ജീവിക്കുമായിരുന്നല്ലോ. കുട്ടിയെ പുറത്ത് ആരോടും സംസാരിക്കാൻ അവർ അനുവദിച്ചിരുന്നില്ല എന്ന്. കുട്ടി പുറത്തിറങ്ങുന്ന സമയങ്ങളിലെല്ലാം അച്ഛൻ ക്രൂരമായി ചീത്ത വിളിക്കാറുണ്ടായിരുന്നു എന്ന്. അപ്പോഴും നിങ്ങൾക്ക് എതിർക്കാൻ തോന്നിയില്ലല്ലോ. ടെറസിൽ കുട്ടിയെ ഒറ്റയ്ക്ക് കൊണ്ടുപോയി ഇരുത്തുന്നതും പതിവായിരുന്നത്രേ. ഇപ്പൊ നാട്ടുകാരൊക്കെ പൊങ്ങി വരിക. കുട്ടിയുടെ ശരീരത്തിൽ മർദ്ദനമേറ്റ നിരവധി മുറിവുകൾ ഉണ്ടായിരുന്നതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതോടുകൂടിയാണ് കൊലപാതകമാണ് എന്ന് പൂർണ്ണമായും ബോധ്യപ്പെട്ടതെന്ന് അയൽവാസികൾ പറയുന്നു. ഇപ്പോഴെങ്കിലും നിങ്ങൾ പറഞ്ഞല്ലോ. കുട്ടിയെ അഷ്കർ ക്രൂരമായ മർദ്ദനത്തിന് ഇരയാക്കി എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. മർദ്ദനത്തിനെ തുടർന്നാണ് കുട്ടി മരണപ്പെട്ടത് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും. കുട്ടിയെ അഷ്കർ മർദ്ദനത്തിന് ഇരയാക്കിയിട്ടും അമ്മ അഖില തടഞ്ഞില്ല. കാരണം അവക്ക് കളിമതി. അവള് മുഴുത്തണ്ടി കളഞ്ഞിട്ട് അവള് മുറിയണ്ടി തേടി പോയതാണല്ലോ. 1 മാസത്തോളമായി കുഞ്ഞു ക്രൂരമായി പീഡനത്തിന് ഇരയാക്കപ്പെടുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കരിക്കുഴിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന അഖിലയുടെ മകൻ അർഷിദാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്, കൊല്ലപ്പെട്ടത്. രണ്ടാനച്ഛനൊന്നും പറയാൻ പറ്റത്തില്ല. ഈ ക്രൂരൻ
ഈ മുറിയൻ കുട്ടിയെ സ്ഥിരമായി മർദ്ദിക്കാറുണ്ടായിരുന്നെന്നും അമ്മ കുഞ്ഞിനെ ശ്രദ്ധിക്കാറേ ഉണ്ടായിരുന്നില്ലെന്നും നാട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരും ഒക്കെ പറയുന്നു. ഇപ്പോൾ അതിനിടയിൽ പ്രതി അഷ്കറിനെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. തെളിവെടുപ്പിനിടെയാണ് നാട്ടുകാർ കീറി മേഞ്ഞത്. പോലീസും നാട്ടുകാരും തമ്മിൽ ചെറിയ രൂപത്തിൽ ഉന്തും തള്ളും ഉണ്ടായി. ഏറെ പണിപ്പെട്ടാണ് പോലീസ് തെളിവെടുപ്പ് പൂർത്തിയാക്കി ഇവനുമായിട്ട് മടങ്ങി. അയ്യോ, 1.5 വയസ്സുള്ള കുഞ്ഞ് ചെയ്ത തെറ്റെന്താണെന്നറിയാമോ? ചോറ് കൊടുത്തപ്പോൾ കുഞ്ഞ് കരഞ്ഞു. അപ്പോൾ ഇവന് ദേഷ്യം വന്നു. ഇവന്റെ പ്രീവിയസ് ഹിസ്റ്ററി അറിഞ്ഞിട്ട് തന്നെയാണോ ഈ ഡാഷിന്റെ മോൾ ഇവന്റെ കൂടെ പോയത്? ആണോ? ഇപ്പോ നോക്കണം, ഇവര് വാടകയ്ക്കാണ് താമസിച്ചിരുന്നത്. അവളുടെ മോനെയാണ് ഇവൻ ഈ രൂപത്തിൽ ക്രൂരമായി പീഡിപ്പിച്ചത്. ഇവൾക്ക് എതിർക്കാൻ കഴിയുന്നില്ല. മരണകാരണമായ 51 മുറിവുകൾ. എന്തു ഈ കേൾക്കുന്നത്? ഈ കൊച്ചു കേരളക്കരയില് കരച്ചിൽ നിർത്താതിരുന്നു. അപ്പൊ ഇവന് ദേഷ്യവും നിർത്താൻ പറ്റിയില്ല. കുഞ്ഞിന്റെ തല ഭിത്തിയിൽ ഇട്ടിപ്പിച്ചു. അഷ്കർ പോലീസിന് മൊഴി നൽകുക ഒരു കൂസലുമില്ല. ഇതോടെ കുഞ്ഞിന്റെ ബോധം നഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് സിഗരറ്റ് കത്തിക്കാൻ ഉപയോഗിക്കുന്ന ലൈറ്റർ അതുപയോഗിച്ച് കുഞ്ഞിന്റെ ശരീരത്തിൽ പലതവണ പൊള്ളിക്കുന്നു. ഇവൻ തന്നെ നൽകുന്ന മൊഴിയാണിതൊക്കെ. ഇവനെയൊക്കെ വെറുതെ വിടാൻ പാടുണ്ടോ? വെള്ളിയാഴ്ച വൈകിട്ടാണ് അവശനിലയിലായ ഈ കുഞ്ഞിനെ പനവൂരിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് തിരുവനന്തപുരം SIT ആശുപത്രിയിലും ഇവരെത്തിക്കുന്നത്. ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പേ തന്നെ കുഞ്ഞ് മരിച്ചിട്ടില്ലെങ്കിൽ ഇവര് കൊല്ലും. 4:30 ആഹാരം കഴിച്ച ശേഷം ഉറങ്ങാൻ കിടന്നപ്പോൾ ചുമച്ചത്, കുഞ്ഞ് ഛർദ്ദിച്ചത്. ഉടനെ തന്നെ കുഞ്ഞ് അവശനിലയിലായി. ഇതാണ് ഇവൻ പോലീസിനോട് പറഞ്ഞത്. അപ്പോഴാണ് അന്നേരം തള്ള ഇവിടെ ഇല്ല കേട്ടോ. തള്ള നൃത്ത പരിപാടിക്ക് വേണ്ടിയിട്ട് തമിഴ്നാട്ടിൽ പോയേക്കുമായിരുന്നു. 2 വർഷം മുമ്പാണ് അഖില 3 മാസം ഗർഭിണിയായിരുന്നപ്പോൾ ഇവളുടെ അവിഹിത ബന്ധം കണ്ട ഭർത്താവ് ജീവനൊടുക്കിയത്. ഇവളെ കൊന്നാൽ മതിയായിരുന്നു. ഞാൻ കൊല്ലാൻ പ്രേരിപ്പിക്കുന്നതൊന്നും അല്ല കേട്ടോ. എന്നാൽ ഈ കുഞ്ഞ് ജീവിക്കുമായിരുന്നു എന്നുള്ളൊരു വൈകാരികത കൊണ്ട് പറഞ്ഞു പോയതാണ്. 1 മാസം മുമ്പാണ് അഖില കുഞ്ഞുമായിട്ട് ഈ നരാധമനോടൊപ്പം താമസം തുടങ്ങിയത്. നോക്കിയപ്പോൾ കൊള്ളാം, മുറിയണ്ടിയാണല്ലോ, കുഴപ്പമില്ല. അപ്പം കുഞ്ഞിനെ ഇവൻ നിരന്തരം ഉപദ്രവിക്കാറുണ്ടായിരുന്നു എന്ന് ഇവള് പറയാ. ഞാൻ പലപ്പോഴും പറഞ്ഞു നോക്കി, നിസ്സാരമല്ലേ? എന്നിട്ട് സ്വയം രക്ഷപ്പെടാനും ഇവളും ഇവനും ശ്രമിക്കാൻ സ്വന്തം കുഞ്ഞിനെ ഇല്ലാതാക്കിയ ഈ നരാധമൻ അവനേക്കാൾ 100 ഇരട്ടി തെറ്റ് ചെയ്തത് ഇവൾ ഒരുത്തിയ. ഇപ്പൊ കണ്ടില്ലേ, ഇവൻ കൊടും ക്രിമിനലാണ് എന്ന തെളിവുകളല്ലേ പുറത്തു വരുന്നത്. ഇവൻ ആദ്യം കല്യാണം കഴിച്ച ഒരു +2കാരി 19കാരിയായിട്ടുള്ള ആമിന, അവരെ കൊല്ലാൻ ശ്രമിച്ച വിവരങ്ങൾ പുറത്തു വരിക. ഇപ്പൊ ഇവളും ഇവനും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് 1 മാസമേ ആയുള്ളൂ. ഇവന്റെ ഹിസ്റ്ററി ഒന്നും ഇവർക്ക് അറിയത്തില്ലായിരുന്നോ? അതോ ഇവൾക്കും അതുപോലെ ഒരുത്തന്നെ മതി എന്ന് അവളും അങ്ങ് തീരുമാനിച്ചു കാണുമായിരിക്കും. ഈ അഷ്കറും അവന്റെ വീട്ടുകാരും ക്രൂരമായി മർദ്ദിച്ചിട്ടാണ് 18ാമത്തെ വയസ്സിൽ കോമയിലായ ഒരു പെൺകുട്ടി. അയ്യോ, ആ പെണ്ണിന്റെ സംസാരം കേട്ടാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല. അതിന് സംസാരിക്കാൻ വയ്യ. എന്നിട്ടും അത് പറയാണ്, എന്നെ വെള്ളത്തിൽ മുക്കി കൊല്ലാൻ ശ്രമിച്ചു, എനിക്ക് വിഷം തന്നു, കുടിക്കാൻ നിർബന്ധിച്ചു എന്നൊക്കെ. ആമിനയുടെ മാതാവായിട്ടുള്ള ഷൈല, അവരാണ് അഷ്കറിന്റെ ക്രൂരതകൾ മാധ്യമങ്ങളുമായി പങ്കുവെക്കുന്നത്. +2 പഠിച്ചുകൊണ്ടിരുന്ന ശേഷമാണ് ഈ കൊച്ചിന് ഡിഗ്രിക്ക് ഇരിക്കുമ്പോഴാണ് ഈ കൊച്ചിനെ അഷ്കർ ആമിനയുമായിട്ട് വിവാഹം കഴിക്കുന്നതല്ല, ആദ്യം വിളിച്ചിറക്കി കൊണ്ടുപോയെന്നാണ് പറയുന്നത്. പിന്നീടാണ് വീട്ടുകാർ നിക്കാഹ് കഴിച്ചു കൊടുത്തത്. പക്ഷെ വിവാഹശേഷം ഉണ്ടായ ക്രൂരമായ പീഡനങ്ങൾ, അഷ്കറും അവന്റെ ഉമ്മയും സഹോദരിയും ചേർന്ന് മകളെ ശാരീരികമായും മാനസികമായും നിരന്തരം പീഡിപ്പിച്ചു എന്നാണ്. തല ഭിത്തിയിൽ ഇടിപ്പിച്ചു. അപ്പൊ തന്തയുടെയും തള്ളയുടെയും ഒക്കെ രീതിയാണ് ഈ തല ഭിത്തിയിൽ ഇടിപ്പിക്കല്. ഒരിക്കൽ വീട്ടിൽ പോകണം എന്ന് പറഞ്ഞതിന്റെ പേരിൽ മകളെ ബാത്റൂമിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയിട്ട് ക്ലോസറ്റിൽ തലയിടിപ്പിച്ചു എന്നാ. നിർബന്ധിപ്പിച്ച് വിഷം കഴിപ്പിച്ച ശേഷം അബോധാവസ്ഥയിലായ മകളെ ഫാനിൽ കെട്ടിത്തൂക്കാനും ഈ അഷ്കർ ശ്രമിച്ചു എന്നാണ് ഇപ്പൊ പുറത്തു വരുന്ന വിവരങ്ങൾ. 2024 ചെറിയ പെരുന്നാൾ ദിവസമാണ് ആമിനെ അബോധാവസ്ഥയിൽ ഈ 19-20 വയസ്സുള്ള ഒരു കൊച്ച് മൂക്കിൽ നിന്ന് ചോര ഒലിക്കുന്ന രൂപത്തിലാണ് പിതാവ്, ഈ ആമിനയുടെ പിതാവ് അഷ്കറിന്റെ വീട്ടിൽ പോയപ്പോൾ കണ്ട അവസ്ഥയാണ്. ഒരല്പം തെറ്റിരുന്നെങ്കിൽ ആ കുഞ്ഞ് മരിച്ചിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ ആ വാപ്പ മോളെ ആശുപത്രിയിൽ എത്തിച്ച് അപ്പോഴേക്കും തലച്ചോറിൽ രക്തം കട്ട പിടിച്ച് ട്യൂമറായി. അങ്ങനെ 19 മാസത്തോളം ആമിന കോമയിലായിരുന്നു. ശസ്ത്രക്രിയ കഴിഞ്ഞു. ഇതുവരെ സംസാരിക്കാനോ നടക്കാനോ കഴിഞ്ഞിട്ടില്ല. ടാക്സി ഡ്രൈവറായിട്ടുള്ള അഷ്കറിന് നർത്തകിമാരുമായിട്ടാണ് കൂട്ടെന്ന് ആമിന ആശുപത്രിയിലായിരുന്നപ്പോൾ ഇവിടെ അവരിൽ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നെന്നും ഈ ആമിന എന്ന് പറയുന്ന ഇവൻ പീഡിപ്പിച്ച് കൊല്ലാക്കൊല ചെയ്ത ആ പെൺകുട്ടിയുടെ മാതാവ് ഷൈല പറയുന്നു. അഷ്കറിന്റെ മർദ്ദനത്തിനെതിരെ നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിൽ 6 തവണയോളം പരാതി നൽകിയിട്ടും പോലീസ് അഷ്കറിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചത്. ഈ പോലീസാണോ ഇവിടെ നീതി ഉണ്ടാക്കാൻ പോകുന്നത്? ഈ കൊച്ചിനെ ഇത്രയും ക്രൂരമായിട്ട് ചെയ്തിട്ട് പോലും. എന്നിട്ട് അഷ്കറിന് ഒരു 50,000 രൂപ നൽകുന്നു ഈ ആമിനയുടെ മാതാവ്.
എന്നിട്ട് മോളെ ചികിത്സിക്കാൻ പണമില്ലാതെ വന്നപ്പോൾ തിരിച്ചു ചോദിച്ചപ്പോൾ ഈ മാതാവിനെ ആശുപത്രിയിൽ നിലത്തിട്ട് ചവിട്ടി. അങ്ങനെ അവരും രോഗബാധിതയായി. പിന്നീട് നാട്ടുകാരുടെ സഹായത്തോടെയാണ് ഇപ്പൊ ഈ കുടുംബം ആ കുഞ്ഞിന്റെ ചികിത്സയുമായിട്ട് മുമ്പോട്ട് പോകുന്നത്. ഇവളുടെ ചിരി കണ്ടോ നിങ്ങൾ? ലോകത്താർക്കെങ്കിലും പറ്റുമോ? ഒരു പൈതല് ഇവൾ ആരോ തുണിയില്ലാതെ നിൽക്കുന്നുണ്ടോ മുമ്പിൽ? ഇവൾക്ക് ഇങ്ങനെ അങ്ങോട്ട് ആർത്തട്ടഹസിക്കാൻ? ആശുപത്രി വരാന്തയിലാ നിൽക്കുന്നത്. സ്വന്തം കുഞ്ഞാണ് ഈ കയ്യിൽ പ്ലാസ്റ്റർ, 2 കൈയിലും പ്ലാസ്റ്റർ ഇട്ട് കഴുത്തിലും ഇട്ട് അനങ്ങാൻ പറ്റാത്ത രൂപത്തിൽ ഇരുന്നത്. അപ്പോഴാണ് ഇവൾ ഈ ചിരിക്കുന്ന കുഞ്ഞിന്റെ നിസ്സഹായമായിട്ടുള്ള മുഖമുണ്ടല്ലോ, നമ്മുടെ മനസ്സിൽ നിന്ന് മാറത്തില്ല. നമ്മുടെ മധു ഉണ്ടല്ലോ അട്ടപ്പാടി, അതുപോലെ ഒരു ദീനരോധനമായിട്ട് ഈ കുഞ്ഞിന്റെ മുഖവും നമ്മുടെ മനസ്സിനെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുക. നമുക്കൊക്കെ ഈ മക്കളുണ്ടല്ലോ, അതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ കൂടുതൽ വേദന തോന്നുന്നത്. കുഞ്ഞിനെ സ്ഥിരമായിട്ട് ഇവൻ മർദ്ദിച്ചിരുന്നു എന്ന് ഇവൻ തന്നെ പോലീസിനോട് സമ്മതിക്കുമ്പോൾ മൊഴിയെടുക്കുന്ന പോലീസുകാർ വാവിട്ട് നിലവിളിക്കുക. കഴിഞ്ഞ ദിവസമാണ് ഇയാൾ ഒന്ന് പറയുന്നു, പിന്നീട് വേറൊന്ന് പറയുന്നു. അപ്പൊ അങ്ങനെയാണ് കുഞ്ഞിന്റെ ശരീരത്തിലുള്ള മുറിവുകളും കയ്യും കാലും ഒടിഞ്ഞതും ഒക്കെ കാണുന്നത്. 2 കൈയും ഒടിഞ്ഞു. അങ്ങനെയാണ് ഈ കുഞ്ഞിനെ രക്ഷിക്കാനും പറ്റിയില്ല എന്നുള്ളതാ. വേറൊരുത്തി കണ്ടില്ലേ, 19കാരി പ്രസവിച്ചിട്ട് ജനലിൽ കൂടെ വലിച്ചെറിഞ്ഞിട്ടും ആ കുഞ്ഞ് ജീവിച്ചു. അപ്പൊ ഈ 1.5 വയസ്സുള്ള കുഞ്ഞ് നേരിട്ട പീഡനം ഈ അമ്മയെയും അപ്പനെയും ഒക്കെ കാണുമ്പോൾ ഈ കുഞ്ഞ് വാവിട്ട് നിലവിളിക്കുമായിരുന്നെന്നാ. കുഞ്ഞിന്റെ വയറ്റില് തുടയിലൊക്കെ സിഗരറ്റ് കൊണ്ട് പലതവണ ക്രൂരമായി പൊള്ളിച്ചതിന്റെ പാടുകൾ. ആ കുഞ്ഞനുഭവിച്ച വേദന നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. കാൽവിരലുകളുടെ അടിഭാഗം മുഴുവനുമായിട്ടും പൊള്ളി അടർന്ന നിലയിൽ ജനനേന്ദ്രിയത്തിന്റെ തൊലി ഉരിഞ്ഞിരിക്കുന്നു. ഇവനും ഇവളും കൂടി ഉരിച്ചെടുത്തതാ. കുഞ്ഞ് ശരീരത്തിൽ 51-ലധികം അടിയേറ്റ പാടുകൾ, നിരന്തരമായ മർദ്ദനവും ആന്തരിക അവയവങ്ങൾക്കേറ്റ ക്ഷതവും കാരണമാണ് അമിതമായ രക്തസ്രാവം ഉണ്ടായിട്ടാണ് ഈ കുഞ്ഞ് മരിച്ചത് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. 2.5 വർഷം മുമ്പാണ് ഈ കുഞ്ഞിന്റെ അച്ഛൻ അഖിൽ ആത്മഹത്യ ചെയ്യുന്നത്. അന്ന് ഇവളെ 3 മാസം ഗർഭിണിയായിരുന്നത്രേ. ഇവളുടെ എന്തോ അനാശാസ്യം കണ്ടിട്ട് ചെയ്തെന്നാ കേൾക്കുന്നത്. എന്നിട്ട് പിന്നീട് ഇപ്പോഴാണ് ഇവനെ കണ്ടെത്തി, നല്ലൊരുത്തനെ കണ്ടെത്തി. ഈ കുഞ്ഞിനെ ഏതെങ്കിലും അനാഥാലയത്തിൽ കൊണ്ടാക്കാമായിരുന്നില്ലേ ഇവളുമാർക്കൊക്കെ? എന്തിനായിരിക്കും ഇവർക്കൊക്കെ? എന്ത് കിട്ടി? എന്നിട്ട് എന്ത് നേടാനാണ് ഈ ചെയ്തത്? ഈ മുറിയനെ രക്ഷപ്പെടാൻ ഇനി അനുവദിക്കുമോ? ഇവന് ജാമ്യമെടുക്കാൻ വേണ്ടിയിട്ട് ആളുകൾ കോടതി വരാന്തകൾ കയറി ഇറങ്ങുമോ? അറിയില്ല. ഇവൻ രക്ഷപ്പെടരുതേ എന്ന് ഉള്ളുരുകി ആഗ്രഹിക്കുവാണ്. യോഗി ആദിത്യനാഥ് എങ്ങാനും ആ നാട്ടിൽ വല്ലതുമായിരുന്നു ഇത് നടന്നിരുന്നെങ്കിൽ ഇന്ന് ഇവൻ ഈ ഭൂമിയിൽ ഉണ്ടാകുമായിരുന്നില്ല. ഇവളും. നന്ദി.